Second module, first topic, Shannon's first theorem, or we can call it as Shannon's fundamental theorem, or noiseless coding theorem. എന്താന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഷാനോൺ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഈ കോഡിങ്ങിൽ മെയിനായിട്ട് ഉള്ളൊരു സയന്റിസ്റ്റ് ആണ്. അതായത് ഇതിൽ കുറേ കോഡിംഗ് ടെക്നിക്സും ഒക്കെ ഫൈൻഡ് ചെയ്തത് ഷാനോൺ ആണ്. ഓക്കെ, അപ്പോൾ സയന്റിസ്റ്റിന്റെ പേരാണ് ഷാനോൺ. സോ ഒരു 2-3 തിയറീസ്, ഷാനോൺസ് തിയറംസ് വരുന്നുണ്ട്, സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ട് കോഡിംഗ് റിലേറ്റഡ് ആയിട്ട്. അപ്പൊ അതിൽ ബേസിക് ഷാനോൺസ് ഫസ്റ്റ് തിയറം, ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഷാനോൺസ് ഫണ്ടമെന്റൽ കോഡിംഗ് തിയറം, or we can call noiseless coding theorem. Noiseless coding theorem simply means here we are not considering the noise in the channel. Okay, ഈ തിയറി ഒക്കെ സ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചാനൽ നോയ്സിനെ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാതെയാണ് ബാക്കിയുള്ള കാര്യങ്ങളാണ് സ്പെസിഫൈ ചെയ്തേക്കുന്നത്. ദാറ്റ് ഈസ് വൈ വി ആർ കോളിംഗ് ഇറ്റ് ആസ് നോയ്സ്ലെസ് കോഡിംഗ് തിയറം. ഓക്കെ, സോ ഇറ്റ് ആക്ച്വലി ഡീൽസ് വിത്ത് അവർ സോഴ്സ് കോഡിംഗ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ ആവരുത്. ഷാനോൺസിൻ തിയറം ഇനിയും സെക്കൻഡ് തിയറം തേർഡ് തിയറം ഒക്കെ വരുന്നുണ്ട്, വേറെയും ലോസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഓർക്കുക, ഫസ്റ്റ് തിയറം ഡീൽസ് വിത്ത് സോഴ്സ് കോഡിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് സോഴ്സ് കോഡിങ്ങിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഷാനോൺ ഫസ്റ്റ് തിയറം ഡീൽസ് വിത്ത് സോഴ്സ് കോഡിംഗ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റ് പറയാം ഇതിന്റെ. ഓക്കെ, അപ്പൊ ഷാനോൺസ് ഫസ്റ്റ് തിയറം ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇക്വേഷൻസ് പറഞ്ഞു പോവാം. ഫൈനലി നമുക്കത് സ്റ്റേറ്റ്മെന്റ് പറയാം. ഓക്കെ, സോ coming to Shannon's first theorem, or we can call it as noiseless coding theorem. First of all, it deals with the length of the code. അത് സോഴ്സ് കോഡിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങളൊന്ന് ആലോചിക്കുക. ദാറ്റ് ഈസ് എന്തായിരുന്നു സോഴ്സ് കോഡിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്? എന്തായിരുന്നു സോഴ്സ് കോഡിംഗ്? എന്താ ചെയ്യുന്നത്? സോഴ്സ് കോഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്താ ചെയ്യുന്നത്? Anyone? What is the process of source coding? More specifically, what is the process? Output of information source converted into RRA sequence. Okay, correct. That is, you will be having some certain set of symbols. We are converting it into RRA sequence. Okay, that is the source coding technique. So in that RRA sequence, നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഫെമിലറൈസ് ചെയ്തിട്ടുണ്ട്. ഇൻ ദാറ്റ് നമ്മൾ ഓരോ സോഴ്സ് സിമ്പിൾസിനെയും എല്ലാ കേസിലും എന്തല്ല, എല്ലാം ഫിക്സഡ് ലെങ്തിലോട്ടല്ല കോഡ് ചെയ്യുന്നത്, അല്ലെ? ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പ്രിഫിക്സ് കോഡ്, ഇൻസ്റ്റന്റേനിയസ് കോഡ്, ആ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്തല്ല ചെയ്യുന്നത്, ഈക്വൽ ലെങ്തിലല്ല കോഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ്, ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് 10 symbols from a source, we are not using fixed length coding for all these symbols, അല്ലെ? ചിലപ്പോൾ ഫസ്റ്റ് വണ്ണിന് ഒരു സിംഗിൾ ബിറ്റ് വെച്ചിട്ട് എൻകോഡ് ചെയ്യാം, സോഴ്സ് കോഡിങ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് 2 ബിറ്റ് വെച്ച് ചെയ്യാം, 3 ബിറ്റ് വെച്ച് ചെയ്യാം. അങ്ങനെ വാരിയബിൾ ലെങ്ത് കോഡിംഗ് ആണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് കോഡ്സിലൊക്കെ അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ, സോ ഹിയർ ഷാനോൺസ് ഫസ്റ്റ് തിയറം ഡീൽസ് വിത്ത് ദ ലെങ്ത് ഓഫ് കോഡ് വേർഡ്. ഓക്കെ, ഇപ്പൊ ലെങ്ത് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ബിക്കോസ് നമ്മൾ ഡിഫറെന്റ് ലെങ്തിലാണ് എന്ത് ചെയ്യുന്നത്, കോഡ് ചെയ്യുന്നത്. ഓക്കെ, so we can say Shannon suggested that the length Li can be found by using this equation. Li is equal to log 1 by pi to the base r. If you are converting into RRA sequence, we can
say the length Li can be found by log 1 by Pi. Okay, this implies that we have to use, that is our length of the code word and the probability of that particular symbol must be inversely proportional. Okay, that is if you are assuming q source symbols, that is S1 to SQ, if you are having q source symbols S1 to SQ and you are coding into RRA sequence. Okay, or simply you can assume you are converting into binary sequence. If r equal to 2, we can say this binary. Okay, then for each symbol, that is S1, S2, etc., SQ, you have to found a code word. Okay, and that length of the code word will be varying. Okay, so this Li, that is length of ith symbol, or we can say if you are coding the symbol Si. Okay, you are coding the symbol Si with the probability Pi. Okay, and that length of that particular code will be Li. Okay, our specifications on the Si is our code symbol, source symbol. We are coding that particular symbol, and the probability of that Si be Pi, and this Li is the number of bits. If you are using binary, number of bits in the code word. Okay, so that relation can be found using this equation, that is Li is equal to log 1 by Pi. So, idinte meaning enda? This length of the code word should be inversely proportional to the probability. Okay, so നമ്മൾ source coding mainly source coding aims to increase the efficiency. Okay, so for an efficient source coding, the less probable message will be having longest length, and the most probable message should be having shortest length. So that is the relation between this length and probability. അത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇത്രയും കാര്യം ഓർത്താൽ മതി. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ലെറ്ററിന്റെ ഒക്കറൻസ്, ഓക്കെ, ഓർ പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ഈച്ച് ലെറ്റർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ക്യൂ എന്ന് പറയുന്ന ഒരു ലെറ്റർ അല്ലെ, ക്യൂ എന്ന് പറയുന്ന ലെറ്റർ എന്താണ്, ലെസ് പ്രോബബിൾ ആണ്. നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ ലെസ് പ്രോബിൾ ആയിട്ടുള്ള ഒരു ലെറ്റർ ആണ് ക്യൂ. വേറെസ് തിരിച്ച് നമുക്ക് മോസ്റ്റ് പ്രോബിൾ ആയിട്ടുള്ള ലെറ്റർ ഏതാ, ഇ ആണ്. ഓക്കെ, സോ നമ്മുടെ ഈ കീബോർഡിലുള്ള നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ് കോഡ് ചെയ്യുന്നതെങ്കിൽ യു ഷുഡ് യൂസ് ലോങ് കോഡ് വേർഡ് ഫോർ ദിസ് ക്യൂ. കാരണം എന്താ, നമ്മൾ എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്യുള്ളൂ. ദെൻ മോസ്റ്റ് പ്രോബബിൾ, ദാറ്റ് ഈസ് അവർ ഇ. സോ ഫോർ ഇ യു ഷുഡ് യൂസ് എ മിനിമം ലെങ്ത് കോഡ് വേർഡ്. പറ്റുവാണെങ്കിൽ ഇപ്പൊ സിംഗിൾ ബിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ ടോട്ടൽ മെസ്സേജ് ലെങ്ത് എപ്പോഴും എന്തായിരിക്കും, ലെസ് ആയിരിക്കും. ഓർ നമുക്കൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കോഡിംഗ് ടെക്നിക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു റിലേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓൾവേസ്. ദാറ്റ് ഈസ് വി ക്യാൻ സേ ലാർജർ ദ വാല്യൂ ഓഫ്, ഇഫ് ലാർജർ ദ വാല്യൂ ഓഫ് സിമ്പിൾ പ്രോബിലിറ്റി, smaller will be the value of length. Okay, and we can say our requirement will be a fewer encoding digits. Okay, so this signifies that, a point on the note ചെയ്തോ, this signifies that larger the value of simple probability, larger the value of simple probability, smaller will be the code word length, or we can say smaller will be the code word length Li. Okay, and that means we require a fewer encoding digits. Okay, and now we can say by using this relation you can find this length of the code word. Okay, so it relates to probability. So according to our probability you can calculate the length of the code word to encode this particular symbol Si. Okay, so നമുക്ക് Si എന്ന് പറഞ്ഞ symbol with the probability Pi ആണെങ്കിൽ, using this equation you can decide how many bits to be used to code the particular symbol Si. Okay, so we can find it using this equation. Li is equal to log 1 by Pi. Okay, and if Li is a fraction, by calculating this you may obtain this Li value, a fractional value, right? So if Li is fraction, we can round it off to the next integer. Okay,
So using this relation you can calculate the Li. അല്ലെങ്കിൽ നമുക്ക് പറയാം ആ ഒരു സിമ്പിൾ നിങ്ങൾ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ബിറ്റ്സ് യൂസ് ചെയ്യണം എന്നത് ഈ ഒരു റിലേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. Li is equal to log 1 by pi. Okay. And if Li is a fraction, it is rounded off to next integer. Okay. Rounded off to the next integer. So we can write the relation log 1 by pi should be less than or equal to Li, should be less than or equal to 1 plus log 1 by pi. Let the base be r. Okay, നമ്മൾ അതായത് RRA സീക്വൻസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള കേസാണ് കൺസിഡർ ചെയ്യുന്നത്. So let the base be r. You can say log 1 by pi less than or equal to Li less than or equal to 1 plus log 1 by pi. So ഇതിന്റെ മീനിങ് എന്താ? You can calculate the value of Li using the relation log 1 by pi. If our value, calculated value is a fraction, you have to round it to next integer. So our Li will be always in between these two values, that is log 1 by pi and between 1 plus log 1 by pi. Okay. For example, നിങ്ങൾ pi ക്ക് ഒരു വാല്യൂ എന്ന് അസ്യൂം ചെയ്യുക, ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ if you are calculating log 1 by pi, if it is a fraction, for example അതൊരു 3.5 ആണെങ്കിൽ, okay, 3.5 ആണെങ്കിൽ നമുക്ക് ലെങ്ത് 3.5 എന്ന് പറഞ്ഞ ലെങ്ത് എടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അത് റൗണ്ട് ചെയ്തിട്ട് 4 ആക്കും. അപ്പൊ ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്ത് പറയാം? That length will be in between 3.5 and 4. Okay, ആ ഒരു സിമ്പിൾ ലോജിക് മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. So if our calculated value, that is log 1 by pi, is a fractional value, you will be round off to next integer. So accordingly, we can say this relation is given by, that is the length of the code word sequence, or we can say the length of the code word corresponding to symbol Si, that is Li, that will lies in between log 1 by pi and 1 plus log 1 by pi. Okay. So now you can, from this equation, we can derive the noiseless coding theorem, that is use the property of logarithm. By using property of logarithm, what we are doing is we are converting it into base 2. Okay. So if you are converting into base 2, what will happen? This is log 1 by pi to the base 2. I am converting into base 2. So I should divide it by log r to the base 2. Right? Simply using the property of logarithm, we are converting, this is log, this is base r, I am converting into base 2. Okay. So log 1 by pi divided by, that is to the base 2, divided by log r to the base 2. So this should be less than or equal to Li less than or equal to 1 plus log to the base 2 1 by pi divided by log r to the base 2. Okay. Simply we are converting the base from r to 2. Okay. Now next what you have to do is multiply in this inequality. I am multiplying this inequality throughout by pi. Okay. And taking summation for I is equal to 1 to q. Okay. Here actually q is the number of
source symbols. Okay, Q is the number of source symbols. So this inequality, you just multiply this inequality by Pi and take summation over 1 to Q. Okay, so Q is the number of symbols, source symbols, S1 to SQ, let it be. Okay, so we can write in the first term, if you are taking, if you are multiplying by Pi and taking summation, then I can say this 1 by log R. Okay, 1 by log R is constant, right? Okay, 1 by log R constant term ആണ് അതിൽ I ഒന്നും വരുന്നില്ല. Okay, അപ്പോൾ അത് സമ്മേഷൻ്റെ ഔട്ട്സൈഡ് എടുക്കാലോ. So I am writing like this. I am taking this 1 by log R to outside the summation, and summation I is equal to 1 to Q, then multiplying by Pi, that is Pi into log 1 by Pi to the base 2. Okay, this is the first term. This should be less than or equal to, next term is Li. Okay, in Li I am taking summation over I is equal to 1 to Q and multiplying by Pi into Li. Okay, then this should be less than or equal to, what is the next term? In last term also we have 1 by log R, that will be constant, that will not contain the term I, so I can take it outside the summation. So this should be less than or equal to 1 plus okay. For this one, okay, for this one also I have to write sigma I is equal to 1 to Q Pi, okay, into 1, then plus last term 1 by log R to the base 2 summation I is equal to 1 to Q Pi into log 2 the base 2 1 by Pi. Okay, so this will be our equation after multiplying with the Pi and taking summation over 1 to Q. Okay, now what is this term? ഇത് ഏതിന്റെ ഇക്വേഷനാ? Entropy, right? Okay, so I can write this term like this, 1 by log R to the base 2 into, this is actually what? H of S. Okay, this is H of S less than or equal to, what is this one? Sigma I is equal to 1 to Q Pi Li. Equation എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? Sigma I is equal to 1 to Q Pi into Li. This is the equation for average length. Okay, this is the average length denoted by L, right? So this is less than or equal to, next sigma I is equal to 1 to Q Pi, that is sum of all the probabilities. Sum of all the probabilities will be equal to 1 always, right? So this is 1 plus again the last term is summation I is equal to 1 to Q Pi log 1 by Pi, that is again H of S. Okay, so this will be 1 by log R into H of S, right? So we can reduce the equation like this, H of S divided by log R to the base 2 less than or equal to L less than or equal to 1 plus H of S divided by log R. Okay, or I can write it as this H of S divided by log R to the base 2. This can be denoted as HR of S. Okay, this is actually entropy in RRA units per symbol. If you are considering RRA sequence,
then this is the entropy value h of s divided by log r to the base 2. Okay. If r equal to 2, simply you can denote it as h of s. Okay. If r equal to 2, log 2 to the base 2 equal to 1. So we can denote it as simply h of s. Okay. So this hr of s means entropy of r array units per symbol. Okay. So we can write this equation as hr of s. Okay. hr of s less than or equal to L. Okay, that is this one. This can be replaced by hr of s less than or equal to L less than or equal to 1 plus hr of s. Okay, I can take it as equation number 1. So in this we can say the length, average length will be greater than or equal to hr of s. Okay, so actually this is Shannon's theorem that average length of the code should be approximately equal to our entropy. Okay, or more specifically we can say it should be greater than or equal to hr of s. Okay, so it should be greater than or equal to hr of s, but it should be less than or equal to 1 plus hr of s. So we can say nearly the average length should be equal to entropy. Okay, that is അവിടെ ഒരു വലിയ വേരിയേഷൻ ഉണ്ടാവില്ല. Either it will be equal to hr of s or maximum value it should be equal to 1 plus hr of s. Okay, so we can say this average length should be nearly equal to our source entropy. Okay, that is actually Shannon's source coding theorem. Before concluding, we have to consider the nth extension of the source. If you are using extended source means you will get better efficiency. Okay, so for better efficiency, Shannon suggested that you can use nth extension of the source, and this relation is hold good for that nth extension also. ആ ഒരു പോയിന്റും കൂടെ ഓർക്കുക. ദിസ് റിലേഷൻ നമ്മളിപ്പം ഫസ്റ്റ് ഒരു ബേസിക് സോഴ്സ് എടുത്തിട്ടാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ബട്ട് ഇഫ് യു ആർ ഇൻക്രീസിംഗ് ദ ഓർഡർ ഓർ വി ക്യാൻ സേ ഇഫ് യു ആർ എക്സ്റ്റെൻഡിങ് ദ സോഴ്സ് ദെൻ you will get better efficiency, and also this relation will hold good for nth extension of the source also. Okay, so we can consider for nth extension of the source how will be the equation. Okay, so for nth extension of the source, yes, we can write this as hr of s raised to n. Instead of s, I am using nth extension of the source divided by, sorry, r എഴുതിയിട്ടുണ്ടെങ്കിൽ divided by 1. h of s raised to n log r to the base 2. Okay, log 2 ആണ് എടുത്തേക്കുന്നത് ഇവിടെ. Less than or equal to, for nth extension, I am representing average length as ln. Less than or equal to 1 plus h of s raised to n divided by log r to the base 2. Okay, where this ln is the average length of code words of nth extended source. Okay, and now we have the relation h of s raised to n, that is the property of entropy, that is h of s raised to n is equal to, actually from the property of entropy this will be equal to n into h of s. ഓർക്കുന്നുണ്ടോ? From the property of entropy we have h of s raised to n is equal to n into h of s, right? So you can replace this h of s raised to n using this n into h of s. Okay, so this n into h of s divided by log r less than or equal to ln less than or equal to 1 plus n into h of s divided by log r. Okay, and now dividing throughout by n, small letter n, what will be the equation? This will be h of s divided by
log r less than or equal to ln by n less than or equal to 1 plus h of s divided by log r. Okay, or we can write it as hr of s less than or equal to ln by n less than or equal to 1 plus hr of s. Okay, so this is the case for extended source, that is nth order source. Okay, so if you have extended the source, then this will be the relation for Shannon's first theorem. Okay, in this case also we are considering എന്താ ടീച്ചർ പറഞ്ഞോ ലാസ്റ്റിലത്തെ എക്സ്പ്രഷൻ ഹോൾ ഡിവൈഡ് ബൈ എൻ അല്ലേ ചെയ്യുന്നത്? അപ്പോൾ 1/n കൂടി വരത്തില്ലേ? സോറി 1/n കൂടെ വരും. യെസ്, കറക്റ്റ് ആണ്, ഞാൻ വിട്ടുപോയതാണ്. 1/n കൂടെ വരും. ഓക്കെ, 1/n plus hr of s. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഏതിന്റെ കേസിൽ വരുന്നത്? എക്സ്റ്റെൻഡഡ് സോഴ്സ് ആണെങ്കിൽ. ഓക്കെ, സോ ദിസ് ഇക്വേഷൻ 1 and 2, actually this equation 1 and 2 are called this Shannon's first theorem or noiseless coding theorem. So mathematically we can express this Shannon's first theorem like this. That is simply, this means our average length should be closely equal to entropy of the source. Then you will get better efficiency. ഇവിടെ ഈ ഡിവൈഡഡ് ബൈ എന്നും ആക്ച്വലി നമ്മുടെ n ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ, അതായത് എക്സ്റ്റൻഷൻ കൂടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? n ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ദിസ് ലെങ്ത് ഓൾമോസ്റ്റ് ബിക്കം ഈക്വൽ ടു ദിസ് എൻട്രോപ്പി. ഈ ln ബൈ എന്നും n ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ഇവിടെ എന്താവും? 1/n. ദാറ്റ് ഷുഡ് ബി ബിക്കം ഇൻഫിനിറ്റി. സോ നമുക്ക് ഈ കേസിലും എന്താവും? അതിന്റെ അത്രയും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രൂഫ് പഠിക്കാനില്ല. ബട്ട് ഹിയർ അവിടെ ഷാനോൺ അതും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ n ഇൻഫിനിറ്റിയിലോട്ട് പോവുകയാണെങ്കിൽ ആക്ച്വലി എന്താണ് ദിസ്, we can say this average length എന്തായിരിക്കും? ഈ കേസിലും ഓൾമോസ്റ്റ് ആവറേജ് ലെങ്ത് ഈക്വൽ ടു എൻട്രോപ്പി ആയിരിക്കും. ഓക്കെ, അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. സോ ദിസ് ഈസ് ഷാനോൺ noiseless coding theorem or Shannon first theorem or fundamental coding theorem. Okay, so this is the mathematical part. Before concluding, we can now look at the statement for this theorem. Okay, so you can write Shannon's first theorem states that, note ചെയ്തോളേ, Shannon's first theorem states that given a code alphabet with R symbols, given a code alphabet with R symbols and source alphabet of Q symbols, given a code alphabet of R symbols and source alphabet of Q symbols, the average length of code words, the average length of code words, the average length of code words can be made as close to HR of S, as close to HR of S, as close to HR of S as possible by increasing the extension. നോട്ട് ചെയ്തോ? സ്റ്റേറ്റ്മെന്റ് ഇനി പറയണോ? അതായത് സിംപ്ലി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഇഫ് യു ഹാവ് എ സോഴ്സ് S1, S2, etc. SQ. Okay, this is the source symbols with particular probability P1, P2, etc. PQ. Okay, and we can say it is possible to construct a binary code. Binary case ആണെങ്കിൽ that satisfy the relation H of S less than or equal to L less than or equal to H of S plus 1. Okay, that is our average length of the code will be approximately equal to our entropy, or more specifically you have to remember L should be always
greater than or equal to h of s. Okay, so this is the Shannon's first theorem. Clear ആണോ ഈ കൺസെപ്റ്റ്? ഓക്കെ, അപ്പൊ ആക്ച്വലി ഈ ഒരു കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കുറെ പ്രിഫിക്സ് കോഡ് ഇൻസ്റ്റൻസ് പ്രോപ്പർട്ടി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ കാര്യങ്ങൾ പറഞ്ഞു, ആവറേജ് ലെങ്ത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ആക്ച്വലി വി ക്യാൻ ഗോ ഫോർ സം സോഴ്സ് കോഡിംഗ് ടെക്നിക്സ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരുപാട് ടൈപ്സ് കോഡ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ബേസിക് സോഴ്സ് കോഡ്സ് ആണ്. അതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഷാനോൺസ് ബൈനറി എൻകോഡിംഗ് പ്രൊസീജിയർ. ആക്ച്വലി സിംപ്ലസ്റ്റ് ടെക്നിക്കാണ്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല അധികം. ബട്ട് ഇനീഷ്യലി ഉണ്ടായതാണ്ട് ജസ്റ്റ് അത് വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് അത് നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്നില്ല, ബട്ട് അതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, then next two techniques, Shannon-Fano coding and Huffman's minimum redundancy code. These are the we are mainly using these two techniques. Okay, so ഈ രണ്ട് ടെക്നിക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രൊസീജിയർ പഠിക്കണം. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും ഇമ്പോർട്ടൻ്റ് ആണ് Shannon-Fano coding and Huffman's minimum redundancy code. So you have to focus on these two coding techniques. So before going to that, first we can familiar with Shannon's binary encoding procedure. Okay, അപ്പോൾ ഒന്ന് ഓർത്തോ, ഈ ബൈനറി എൻകോഡിംഗ് പ്രൊസീജിയർ മോസ്റ്റ്ലി എക്സാമിന് ചോദിക്കാറില്ല, ബട്ട് നമുക്ക് അതിന്റെ സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ അത് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് Shannon-Fano കോഡിംഗ് ആൻഡ് Huffman കോഡിംഗ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് വി ക്യാൻ സീ ദിസ് Shannon's binary encoding procedure. Okay, so you can note the steps now. നിങ്ങൾ ആ പോയിന്റ്സ് സ്റ്റെപ്സ് ഒന്ന് നോട്ട് ചെയ്തോ. ഈ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് യൂസ് ചെയ്യേണ്ട certain number of steps ഉണ്ട്. ഓക്കെ, സോ ആ പ്രൊസീജിയറിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ലിസ്റ്റ് ദ സോഴ്സ് സിംബൽസ് ഇൻ ദ ഓർഡർ ഓഫ് ഡിക്രീസിംഗ് പ്രോബബിലിറ്റി. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ലിസ്റ്റ് ദ സോഴ്സ് സിംബൽ ഇൻ ദ ഓർഡർ ഓഫ് ഡിക്രീസിംഗ് പ്രോബബിലിറ്റി. ഫോർ എക്സാമ്പിൾ, if you are given with a source symbols S1, S2, etc., SQ with the probabilities P1, P2, etc., PQ. Okay, and you should arrange these symbols in the order of decreasing probability. That is, P1 should be greater, P2, P3, okay, etc. ഇതേപോലെ എന്തായിരിക്കണം, you should arrange these symbols in the decreasing order of probability. That is, highest probable symbol should come first. Okay, so first step, arrange the symbols in the decreasing order of probability. നമുക്ക് എക്സാമ്പിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റെപ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്തോ. നെക്സ്റ്റ്, you have to compute certain sequences. That is, we are representing some sequences in alpha. Okay, so that will be computed like this. That is, you can calculate alpha, you can select alpha 1 equal to 0. You can assign alpha 1 equal to 0. That is, we are calculating some sequence in alpha 1 equal to 0, and we have to calculate next sequence alpha 2, that should be equal to P1, probability of first symbol, or more specifically നമ്മുടെ highest probability ഏതാണോ അതായിരിക്കും വരുന്നത് P1. Okay, then alpha 3, that is calculated as P2 plus P1. Okay, remember that our probabilities should be like this: P1, P2, P3. ആ ഒരു ഡിക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത പ്രോബിലിറ്റി ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, P1, then alpha 3 is equal to P2 plus P1, or I can say this is P2 plus alpha 2. Okay, and alpha 4, that is calculated as P3 plus P2 plus P1, or we can say this will be P3 plus alpha 3. Okay, and alpha 5 is equal to P4 plus P3 plus P2 plus P1. Okay, then etc. Like this you have to calculate up to alpha q plus 1. Okay,
then alpha q plus 1 will be, ഈ ഒരു റിലേഷൻ വെച്ച് നിങ്ങൾ നോക്കി, ആൽഫ ക്യൂ പ്ലസ് 1 will be equal to pq plus pq minus 1 plus etc plus p1. Okay, up to p1. Then this value will be equal to 1, right? Because this will be sum of all the probabilities, right? So this will be equal to 1. Okay, so that is the next step. You have to compute the following sequence. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാട്ടെ, ഇത് കറക്റ്റ് എങ്ങനെയാണ് വരുന്നത്. ഒന്നുമില്ല, നമ്മുടെ പ്രോബിലിറ്റീസ് എടുത്ത് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അതിൽ ഒറ്റ കാര്യം മാത്രമേ നോക്കണ്ടു, p1 ഷുഡ് ബി ദ ഹയസ്റ്റ് വാല്യൂ, p1 ഗ്രേറ്റർ ദാൻ p2 ഗ്രേറ്റർ ദാൻ p3, ആ ഒരു ഓർഡർ ആയിരിക്കണം. Then you can calculate the value of alpha. Then next, determine the set of integers Lk. You have to determine some set of integers Lk, that is length of the sequence, which are smallest integer solution of, which are the smallest integer solution of the inequality given by 2 raised to Lk greater than or equal to 1, where k is equal to 1 to q. ഇത് ഓർക്കുന്നുണ്ടോ, ക്രാഫ്റ്റ് ഇനീക്വാലിറ്റി. ഓക്കെ, സോ യു ഹാവ് ടു ഡിറ്റർമിൻ ദ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് Lk. ജസ്റ്റ് ഒന്ന് ഈ സ്റ്റെപ്സ് മാത്രം ഇത് നോട്ട് ചെയ്തിട്ട് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നെക്സ്റ്റ് ചെയ്യേണ്ടത് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് Lk, വിച്ച് ആർ ദ സ്മോളസ്റ്റ് ഇൻഡിജർ സൊല്യൂഷൻ ഓഫ് ദ ഇനീക്വാലിറ്റി. ഈ ഇനീക്വാലിറ്റി ഉണ്ടല്ലോ, സോ 2 റൈസ് ടു Lk ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ഈ ഒരു ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന Lk വാല്യൂസ് കണ്ടുപിടിക്കാം ഫോർ ഓൾ k ഫ്രം 1 to q. ഓക്കെ, ഇപ്പൊ 2 റൈസ് ടു Lk ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന, എപ്പോഴും ഓർക്കേണ്ടത് ദാറ്റ് Lk ഷുഡ് ബി സ്മോളസ്റ്റ് ഇൻഡിജർ സൊല്യൂഷൻ ഫോർ ദിസ് പെർട്ടിക്കുലർ ഇനീക്വാലിറ്റി. ഈ ഇനീക്വാലിറ്റി ആകുമ്പോൾ നമുക്ക് കുറെ സൊല്യൂഷൻസ് ഉണ്ടാവും, അപ്പൊ അതിൽ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ Lkക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും എന്താ അവിടെ ചെയ്യുന്നുള്ള കാര്യം. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ്, എക്സ്പാൻഡ് ദ ഡെസിമൽ നമ്പർ ഇൻ ബൈനറി ഫോം ടു Lk പ്ലേസസ്. ഓക്കെ, ദാറ്റ് ഈസ്, ഇവിടെ നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രോബിലിറ്റി വാല്യൂസ് pk, അത് ഡെസിമൽ നമ്പറിൽ ഉണ്ടാവുക. യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ബൈനറി ഫോം അപ് ടു Lk പ്ലേസ്. ഓക്കെ, സ്റ്റെപ്പ് ഒന്ന് നോട്ട് ചെയ്തോ, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. എക്സ്പാൻഡ് ദ ഡെസിമൽ നമ്പേഴ്സ് ഇൻ ബൈനറി ഫോം ടു Lk പ്ലേസസ്. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് ഫൈനലി remove the decimal point to get the desired code. ഓക്കെ, തൽക്കാലം അത് നോട്ട് ചെയ്തോ. നമുക്ക് ഈ പ്രൊസീജിയർ എന്താന്നുള്ളത് അവസാനത്തെ 2-3 സ്റ്റെപ്പ് ഒക്കെ ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ കറക്റ്റ് ആയിട്ട് എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ഒരു എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും നോട്ട് ചെയ്തിട്ടുണ്ടോ എല്ലാവരും? സ്റ്റെപ്സ് നോട്ട് ചെയ്തിട്ടുണ്ടോ?